പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ ജീവരക്ഷാർത്ഥം പരക്കം പായുന്ന ഒരു കാലഘട്ടത്തിലാണ് കടന്നു വന്നിരിക്കുന്നത്. അടുത്ത ഒരു നിമിഷം ജീവിക്കാൻ അവകാശമില്ലാത്ത വെല്ലുവിളികൾ മനുഷ്യൻ്റെ മുൻപിൽ ഉയർന്നിരിക്കുകയാണ്. ഒരു ദിവസം, ഒരു പ്രഭാതം, അല്ലെങ്കിൽ ഒരാഴ്ച, ഒരു മാസം, ഒരാണ്ട് ഇനിയും നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയുമോ? നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ഒന്നിച്ച് നിൽക്കാൻ കഴിയുമോ? നമ്മുടെ കുടുംബവുമായിട്ട് സന്തോഷിക്കാൻ കഴിയുമോ? സംശയത്തിൻ്റെ നിഴലിൽ ആയിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മുൻപിലുള്ളതാണ് ഇന്നത്തെ കാലത്തെ ജീവിതം. ഈ തരുണത്തിൽ കർത്താവ് ഒരു പ്രഭാതം കൂടെ നമ്മുടെ മുൻപിൽ തിരുവചനത്തെ ധ്യാനിപ്പാൻ തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമുക്ക് ചിന്തയ്ക്കായി നാം വായിക്കുന്ന വേദഭാഗം നെഹമ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. താൻ തന്നെ പറയുന്ന ഒരു അനുഭവ സാക്ഷ്യമുണ്ട്. എന്നെപ്പോലെയുള്ള ഒരുത്തൻ ജീവരക്ഷയ്ക്കായി മന്ദിരത്തിലേക്ക് പോകുമോ? ഞാൻ പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ജീവരക്ഷയ്ക്ക് വേണ്ടി ഒളിച്ചിരിക്കുവാൻ ഒരുപാട് സൂത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ലോകം എവിടേക്ക് ഓടാനാണ്? ചിലർ വന്ന് പ്രവചനത്തിൻ്റെ വാക്കുകളിലും സുവിശേഷത്തിൻ്റെ വാക്കുകളിലും ഇന്നത് ചെയ്താൽ ജീവരക്ഷ കിട്ടും, ഇന്നത് കേട്ടാലും ജീവരക്ഷയാകും, ഒളിച്ചിരുന്നാൽ നമുക്ക് ഇന്ന അനർത്ഥങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാം എന്നൊക്കെ നെഹമ്യാവിനോട് നല്ല നല്ല ആലോചനകൾ പറയുന്ന മനുഷ്യരുടെ മുൻപിൽ നെഹമ്യാവ് താനും തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്. താൻ ആരെന്ന് വെളിപ്പെടുത്തുകയാണ്. താൻ പറയുകയാണ്, ജീവരക്ഷയ്ക്കായിട്ട് എന്നെപ്പോലെയുള്ള ഒരുത്തൻ മന്ദിരത്തിലേക്ക് പോകുമോ? ഇല്ലെങ്കിൽ ഒരു മറവിനെ ആശ്രയിക്കുമോ? ഒരു ഗുഹയെ ആശ്രയിക്കുമോ? എന്തുകൊണ്ടാണ് നെഹമ്യാവ് ഇങ്ങനെ പറഞ്ഞത്? നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ താൻ രാപകലില്ലാതെ ദൈവജനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓരോ ദിവസം തോറും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാവീരനായിരുന്നു. രാജാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നവൻ. എന്നാൽ നെഹമ്യാവിനെ സംബന്ധിച്ചിടത്തോളം കൊട്ടാരത്തിൽ ലഭിച്ച സന്തോഷത്തേക്കാൾ തൻ്റെ ജീവിതത്തിൽ മേന്മയായി തോന്നിയത് ദൈവജനത്തോടുള്ളതായ ചേർന്നുള്ള വാസമായിരുന്നു. അങ്ങനെയാണ് താൻ യെരുശലേമിൻ്റെ മതിലുകളെ പണിയുവാൻ പുതിയ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് താൻ വന്നത്. തന്നെ ആ ജോലിയിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ അനേകർ പരിശ്രമിച്ചു. ദൈവാലയത്തിൻ്റെ ശത്രുക്കൾ പരിശ്രമിച്ചു. തൻ്റെ സ്വജാതിക്കാർ പരിശ്രമിച്ചു. തൻ്റെ സ്വദേശക്കാർ പരിശ്രമിച്ചു. തൻ്റെ സ്വന്തം ഭാഷക്കാർ അതിനുവേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി. എങ്കിലും ദൈവം നെഹമ്യാവിന് കൊടുത്ത ഒരഭിഷേകം ആ എതിർപ്പുകളെക്കാൾ വലുതായിരുന്നു. ആ അഭിഷേകത്തിൻ്റെ ശക്തി നെഹമ്യാവ് മാത്രമേ തിരിച്ചറിഞ്ഞുള്ളൂ. തൻ്റെ മുൻപിൽ കടന്നു വന്നതായ ഒരു കള്ളപ്രവചനത്തിൻ്റെ മുൻപിൽ തന്നോട് വന്ന ഒരാൾ പ്രവചിക്കുകയാണ്, നമ്മെ കൊല്ലുവാൻ, നിന്നെ കൊല്ലുവാൻ ഇതാ നിൻ്റെ ശത്രുക്കൾ നോക്കി നടക്കുകയാണ്. അവരിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമുക്ക് മന്ദിരത്തിൻ്റെ ഉള്ളിൽ പോയി ഒളിച്ചിരിക്കാം. നല്ല ആലോചനയാണ്. കേട്ടപ്പോൾ മന്ദിരം എന്ന് പറയുന്നത് വലിയ, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം, ഒളിച്ചിരിക്കുകയും ചെയ്യാം, സുഖമായി കഴിയാം എന്നൊക്കെ നെഹമ്യാവിന് ചിന്ത കൊടുക്കുമാറ് നല്ലൊരു വാഗ്ദാനമായി മന്ദിരത്തെ അവരുടെ മുൻപിൽ ഒരു ഉപയോഗ വസ്തുവായി ശത്രു കൊണ്ടുവരികയാണ്. എന്നാൽ നെഹമ്യാവിൽ വ്യാപരിച്ച ആ ദൈവത്തിൻ്റെ അഭിഷേകം, ആ ഉത്തരവാദിത്വം, ആ ശക്തി, ആ മനോബലം അവനിലേക്ക് കടന്നു വന്ന് അവൻ സംസാരിക്കുന്ന വാക്കാണ് നാം വായിച്ചത്. നെഹമ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. എന്നെപ്പോലെയുള്ള ഒരുത്തൻ ജീവരക്ഷയ്ക്കായി മന്ദിരത്തിലേക്ക് പോകുമോ? ആ നെഹമ്യാവിന് തന്നെ താൻ ആരാണെന്നുള്ളതായ ഒരു ബോധം, തന്നിൽ വ്യാപരിക്കുന്ന ശക്തിയെക്കുറിച്ചൊരു നിശ്ചയം അവനുണ്ടായി. ആ മന്ദിരവും അവൻ്റെ മുൻപിൽ ഒരു മറയായിരിക്കുമെന്ന് അവന് വിചാരിച്ചില്ല. ദൈവം അവനെ പരിരക്ഷിക്കുമ്പോൾ അവൻ വെളിമ്പ്രദേശത്ത് നിന്നാലും അവൻ്റെ ജീവന് അപായമായി ഒന്നും സംഭവിക്കുകയില്ല എന്ന് അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. കാരണം അവനിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി മറ്റെല്ലാ ശക്തിയെക്കാളും പ്രവർത്തനത്തെക്കാളും വലുതാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, എന്നെപ്പോലെയുള്ള ഒരുത്തൻ എന്ന നെഹമ്യാവ് തന്നെ നമ്മുടെ മുൻപിൽ അവൻ നമ്മെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഇല്ലെങ്കിൽ പരിചയപ്പെടുത്തുമ്പോൾ, നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മെക്കുറിച്ച് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ, ഒരു പരിചയപ്പെടുത്തലുണ്ടായിരിക്കണം. നാം ആരാണ്?
നാം ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ, ദൈവത്താൽ പരിരക്ഷിക്കപ്പെടുന്ന ദൈവ പൈതലാണെങ്കിൽ, ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ചില പ്രവൃത്തികൾക്ക് വേണ്ടി ദൈവം നമ്മെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാത്രമാണ്. അവൻ്റെ കയ്യിൽ ഒതുങ്ങുന്നതായ ഒരു ഉപയോഗമാണ് നമ്മിൽ കൂടെ ദൈവം, ഇല്ലെങ്കിൽ ദൈവകരത്തിൽ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആയുധമാണെന്ന് നമുക്ക് നമ്മെ തന്നെ ഒരു നല്ല നിശ്ചയമുണ്ടെങ്കിൽ ഒരു ശത്രുവിനും നമ്മെ കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല. നമ്മെ കീഴ്പ്പെടുത്തുന്നതിനേക്കാളും ഇവിടുത്തെ വിഷയം ജീവരക്ഷ. ജീവരക്ഷയ്ക്ക് വേണ്ടി നീ എവിടേക്ക് ഓടണം? മന്ദിരത്തിലേക്ക് ഓടിയാൽ ജീവരക്ഷ കിട്ടുമോ? ഇല്ലെങ്കിൽ വേറൊരു ശക്തിമാന്മാരുടെ അഭയം അല്ലെങ്കിൽ അവരുടെ ഭവനത്തിൽ ചെന്നാൽ നിനക്ക് ജീവരക്ഷ കിട്ടുമോ? ഇല്ല. നിൻ്റെ ജീവന് ഒരു സായാഹ്ന സമയമാണ് നിൻ്റെ മുൻപിൽ ദൈവം നിശ്ചയിച്ചിരിക്കുന്നതെങ്കിൽ ഏത് ബങ്കറിൽ പോയി ഒളിച്ചിരുന്നാലും ശരി, നിൻ്റെ ജീവനെ അപഹരിക്കുവാൻ ശത്രുവിന് അവിടേക്ക് കടന്നു വരുവാൻ കഴിയും. എന്നാൽ ദൈവത്താൽ സൂക്ഷിക്കപ്പെടുന്ന, ദൈവത്തിൻ്റെ കരത്തിൽ ഇരിക്കുന്ന ഒരു ആയുധം പോലെ ദൈവത്തിൻ്റെ പദ്ധതികളെ നിറവേറ്റുവാൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന കരങ്ങളിലെടുത്ത ഒരു ആയുധമാണ് നീ എങ്കിൽ ഒരു ശത്രുവിനെ നിന്നെ തൊടുവാൻ കഴിയുകയില്ല. ഈ ഭയം മാറിയതിനു ശേഷം നാം ആരാണെന്നുള്ള ഒരു ചിന്ത, എന്നെപ്പോലെയുള്ള ഒരുത്തൻ. നെഹെമ്യാവിന് മറ്റുള്ളവരെക്കാൾ കൂടുതൽ തന്നെ കണ്ട് അഭിമാനിക്കുവാൻ ചില കാരണങ്ങളുണ്ട്. ദൈവത്തിൻ്റെ അഭിഷേകം നമ്മിൽ കടന്നു വരുമ്പോൾ പ്രിയരെ, നമ്മൾ ആൾമാറ്റമുണ്ടാകും, നമ്മളിൽ വ്യക്തിമാറ്റമുണ്ടാകും, വാക്കുകൾക്ക് വ്യത്യാസമുണ്ടാകും, ചിന്തയ്ക്ക് വ്യത്യാസമുണ്ടാകും. നാം ഇന്നലെ വരെ ആയിരുന്നവരല്ല. ഇന്ന് നമുക്കൊരു അഭിഷേകമുണ്ട്. ഇന്ന് നമ്മുടെ വ്യക്തിത്വം മാറി, നമ്മുടെ ചിന്തയും വാക്കുകളും ഭാവങ്ങളും എല്ലാം മാറി. എന്തെന്നാൽ ഒരു അഭിഷേകം നമ്മുടെ മേൽ വന്നു, ആൾ മാറി. പഴയതുപോലെ നമ്മൾ ചിന്തിക്കാൻ കഴിയില്ല. ആ ചിന്ത തന്നെ നമ്മളിൽ നിന്ന് വിട്ടുപോയി. നാം മാറിയ ജീവിതത്തെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു അഭിമാനമുണ്ടായി. അതുതന്നെയാണ് നെഹെമ്യാവിനുണ്ടായത്. താൻ പറയുകയാണ്, എന്നെപ്പോലെയുള്ള ഒരുവൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളെ തന്നെ നോക്കിയെന്ന് പറയണം. എന്നെപ്പോലെയുള്ള ഒരുവൻ ഈ എൻ്റെ മുൻപിൽ കാണുന്നതായ ഭയവിഹുലമായ സാഹചര്യത്തെ കണ്ട് ഓടിപ്പോകുമോ? ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോകുമോ? ഇല്ല. എനിക്ക് ജീവൻ തന്നത് ദൈവമാണ്. എൻ്റെ ജീവനെ സൂക്ഷിക്കുന്നത് ദൈവമാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നത് ദൈവമാണ്. എൻ്റെ കുടുംബത്തെ സൂക്ഷിക്കുന്നത് ദൈവമാണ്. ഒരു ഒളിച്ചോട്ടമല്ല. ഒരു പക്ഷെങ്കിൽ ഈ ഒളിച്ചോട്ടത്തിന് വേണ്ടി മാനുഷിക കാഴ്ചപ്പാടിലും ഭാഷയിലും ഒരുപാട് കാര്യങ്ങളൊക്കെ, ഒരുപാട് സൗകര്യങ്ങളൊക്കെ നമ്മുടെ മുൻപിൽ വാഗ്ദാനമായി കൊണ്ടുവന്നേക്കാം. പക്ഷെങ്കിൽ ആ വാഗ്ദാനങ്ങളൊക്കെയും ദൈവം നിന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതായ പദ്ധതിയിൽ നിന്നുള്ള ഒരു പിന്തിരിപ്പിക്കലാണ്. അതിൻ്റെ മുൻപിൽ മുടങ്ങുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. എന്നാൽ ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച്, ദൈവത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച്, വിളിച്ചവൻ്റെ ആ വലിയ പദ്ധതിയെക്കുറിച്ചുള്ളതായ വലിയൊരു വെളിപ്പാടും ദർശനവും നമ്മുടെ മുൻപിലുണ്ടെങ്കിൽ അന്ത്യം വരെയും സൂക്ഷിക്കുവാൻ ശക്തനായ ദൈവം നമ്മോടുകൂടെ ഉണ്ടെന്നുള്ള ഒരു വലിയ നിശ്ചയം നമുക്കുണ്ടാകും. കർത്താവ് ശിഷ്യന്മാരെ നോക്കി അനേകർ തന്നെ മുൻപിൽ നിന്ന് ഓടുന്ന ചിലരെയൊക്കെ കണ്ടുകൊണ്ട്, ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് കർത്താവ് പറയാണ്, എല്ലാവരും എന്നിൽ നിന്ന് ഇടറിപ്പോകുന്നല്ലോ, നിങ്ങൾക്കും പോകണമെങ്കിൽ പോയിക്കൊള്ളുക. പത്രോസ് തിരിഞ്ഞ് കർത്താവിനോട് പറയുകയാണ്, നാഥ, ഗുരു, നിത്യജീവൻ്റെ മൊഴികൾ നിന്നിൽ മാത്രമാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. ഞങ്ങൾ നിന്നെ വിട്ട് എവിടേക്ക് ഓടും? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കണ്ടുമുട്ടിയ ദൈവത്തിൻ്റെ കയ്യിൽ, ദൈവത്തിൻ്റെ വായിൽ, ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ, ദൈവത്തിൻ്റെ ചിന്തയിൽ, അവൻ്റെ ഭരണത്തിന് കീഴിൽ വലിയൊരു സമ്പത്തുണ്ട്. അത് നിത്യജീവനാണ്. താൽക്കാലികമായിട്ടുള്ള ജീവനല്ല, നിത്യമായ ജീവൻ. ആ നിത്യജീവന് ചില മൊഴികളുണ്ട്. ആ മൊഴികൾ നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ചെവികളിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ കൺമുമ്പിലേക്ക്, നമ്മുടെ ആശയത്തിലേക്ക്, നമ്മുടെ ജ്ഞാനത്തിലേക്ക്, വിവേകത്തിലേക്ക്, നമ്മുടെ ബുദ്ധിയിലേക്ക് കടന്നു വരുമ്പോൾ നാം ആൾ മാറിയതായി തോന്നും. നമ്മുടെ വ്യക്തിത്വത്തിനെല്ലാം മാറ്റമുണ്ടാകും. നെഹെമ്യാവിനെ പോലെ നമ്മൾ സംസാരിക്കും, എന്നെപ്പോലെയുള്ള ഒരുവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോകുമോ? പ്രൈസ് ദി ലോർഡ്. ദൈവം വിളിച്ച വിളിയിൽ സംരക്ഷണ ബോധവും വലിയ പ്രത്യാശയും തരുന്ന ഈ വചനത്തെ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളെ ശക്തരാക്കും വിധം ദൈവത്തിൻ്റെ വചനം നിങ്ങളിലേക്ക് കടന്നു വരുമാറുമാകട്ടെ. നിങ്ങളെ അഭിഷേകം ചെയ്യട്ടെ. പൂർണ്ണ ശക്തിയോടെ നിങ്ങളെ പരിപാലിക്കട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്താൽ നൽകപ്പെടുന്ന സംരക്ഷണ വലയത്തെ, മതിലുകളെ കാണുവാൻ തക്കവണ്ണം നിൻ്റെ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു.